ഹലോ, വെൽക്കം ടു മൈ ചാനൽ റൈസ് ആൻഡ് ഷൈൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും ഒരു കുറച്ച് ഉലുവയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിയ ശേഷം ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ ഞാനിവിടെ 1 കപ്പ് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പെരുംജീരകം ചെറുതായി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. സാധാരണ മീൻകറിയിൽ പെരുംജീരകം ഇടാറില്ല, പക്ഷേങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീൻകറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടൊമാറ്റോ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയെല്ലാം പച്ചമണം മാറി നന്നായി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പുളിവെള്ളം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കറി നന്നായി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മീൻകറിയെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനി ഇളക്കാൻ സാധിക്കത്തില്ല, മീനൊക്കെ പൊടിഞ്ഞു പോവും. മീനിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ മീൻകറി റെഡിയായി കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആണെന്ന്. ഇവിടെ ഈ സ്പെഷ്യൽ മീൻകറിയോടൊപ്പം നല്ല ചൂട് കപ്പ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കപ്പയിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീൻകറി ഒഴിച്ചു കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ടേസ്റ്റ് ആണെന്ന്. നിങ്ങളെല്ലാവരും ഈ മീൻകറി ട്രൈ ചെയ്ത് നോക്കണം. അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻകറി ഒരുപാട് ഇഷ്ടമാവും. ഏത് മീനായിരുന്നാലും ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ മീനിനനുസരിച്ച് ചെറുതായി ടേസ്റ്റിലൊരു വ്യത്യാസം വരും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഞാനിവിടെ ചൂര പൊരിച്ചതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കപ്പയും മീനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി ഇതുപോലൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നത് വരെ ബൈ ബൈ.